പുരാതന റോമിലെ 2000 വർഷം പഴക്കമുള്ള ബ്രെഡ് പാചകക്കുറിപ്പ് ഗവേഷകർ പുനരുജ്ജീവിപ്പിച്ചു. 2000 വർഷങ്ങൾക്കു മുമ്പ് പുരാതന റോമിൽ തയ്യാറാക്കിയ ഒരു ബ്രെഡ് പാചകക്കുറിപ്പ് പുരാവസ്തു ഗവേഷകർ പുനരുജ്ജീവിപ്പിച്ചു. റോമിലെ പോംബയിൽ കഴിഞ്ഞയാഴ്ച നടന്ന പുരാവസ്തു പാർക്കിലെ ആദ്യത്തെ ഇറ്റലിയിൽ നിർമ്മിച്ചത് കാർഷിക മേളയിൽ പുരാതന റോമൻ പാചകക്കുറിപ്പ് അനുസരിച്ച് ചുട്ടുപഴുപ്പിച്ച റൊട്ടി ഉണ്ടാക്കി വിറ്റു. 10 വർഷത്തെ കാർബണൈസ്ഡ് ലോസുകളെക്കുറിച്ച് ലാബുകളിൽ പഠിച്ചതും 8 വർഷത്തെ പരീക്ഷണാത്മക ബേക്കിങ്ങിനും ശേഷം കനേഡിയൻ ബ്രിട്ടീഷ് ടോമൻ പുരാവസ്തു ഗവേഷകയായ ഫാരൽ മൊണാക്കോ തന്റെ പുനർനിർമ്മിച്ച നൂറുകണക്കിന് പാനിസ് ക്വാഡ്രറ്റ്സ് ലോസുകൾ മേളയിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് റോമൻ ഭക്ഷണത്തിലും ഭക്ഷണക്രമത്തിലും താൽപ്പര്യമുണ്ടായിരുന്നു, മൊണാക്കോ പ്രതികരിച്ചു. ധാന്യങ്ങൾ പൊളിപ്പിക്കൽ, പൊടിക്കൽ, വേർതിരിച്ചെടുത്ത രീതികൾ എന്നിവയെക്കുറിച്ചുള്ള ലഭ്യമായ ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഏകദേശ കണക്കാണ് താൻ കൊണ്ടുവന്ന ബ്രെഡിന്റെ പാചകക്കുറിപ്പ്, അവൾ വിശദീകരിച്ചു. 2000 വർഷങ്ങൾക്കു മുമ്പ് പുരാതന റോമിൽ തയ്യാറാക്കിയ ഒരു ബ്രെഡ് പാചകക്കുറിപ്പ് പുരാവസ്തു ഗവേഷകർ പുനരുജ്ജീവിപ്പിച്ചു. റോമിലെ പോംബയിൽ കഴിഞ്ഞയാഴ്ച നടന്ന പുരാവസ്തു പാർക്കിലെ ആദ്യത്തെ ഇറ്റലിയിൽ നിർമ്മിച്ചത് കാർഷിക മേളയിൽ പുരാതന റോമൻ പാചകക്കുറിപ്പ് അനുസരിച്ച് ചുട്ടുപഴുപ്പിച്ച റൊട്ടി ഉണ്ടാക്കി വിറ്റു. 10 വർഷത്തെ കാർബണൈസ്ഡ് ലോസുകളെക്കുറിച്ച് ലാബുകളിൽ പഠിച്ചതും 8 വർഷത്തെ പരീക്ഷണാത്മക ബേക്കിങ്ങിനും ശേഷം കനേഡിയൻ ബ്രിട്ടീഷ് ടോമൻ പുരാവസ്തു ഗവേഷകയായ ഫാരൽ മൊണാക്കോ തന്റെ പുനർനിർമ്മിച്ച നൂറുകണക്കിന് പാനിസ് ക്വാഡ്രറ്റ്സ് ലോസുകൾ മേളയിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് റോമൻ ഭക്ഷണത്തിലും ഭക്ഷണക്രമത്തിലും താൽപ്പര്യമുണ്ടായിരുന്നു, മൊണാക്കോ പ്രതികരിച്ചു. ധാന്യങ്ങൾ പൊളിപ്പിക്കൽ, പൊടിക്കൽ, വേർതിരിച്ചെടുത്ത രീതികൾ എന്നിവയെക്കുറിച്ചുള്ള ലഭ്യമായ ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഏകദേശ കണക്കാണ് താൻ കൊണ്ടുവന്ന ബ്രെഡിന്റെ പാചകക്കുറിപ്പ്, അവൾ വിശദീകരിച്ചു.